ഹലോ, ഹലോ. ലിയാഖത്തല്ലേ? അതെ. അല്ല, ഞാൻ നിങ്ങളെ കുറെ വീഡിയോ ഒക്കെ കാണുന്നു എത്തിസ്റ്റിന്റെ. ഉം. അപ്പൊ എനിക്ക് കുറച്ച് വന്നൊരു ഡൗട്ടാണ്. ആ നമ്മളിപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര ഇസ്ലാം എതിർക്കുന്നു? ഇസ്ലാം എന്തുകൊണ്ടാണ് ഇത്ര ഭയങ്കരമായിട്ട് ഇതിനെ അതെ, എതിർക്കുന്നത്? അത് നിങ്ങൾ അതേപോലെ ഹിന്ദു മതത്തെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തെയോ അല്ലെങ്കിൽ മറ്റു മതങ്ങളൊന്നും നിങ്ങൾ ഇത് അത്രത്തോളം പറയേ, എതിർക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇത്രമേത്രം ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും എതിർക്കാത്തത്? എങ്ങനെയാ ഒന്ന്? എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ യുക്തിവാദികളെ പിന്നാലെ കൂടാത്തത്? അവരപ്പം അങ്ങനെ കൂടാറില്ല. ആരും കൂടാറില്ല. അതെ, അപ്പൊ ഞാൻ ഇസ്ലാമിസ്റ്റുകൾ മാത്രം. മറ്റൊരു നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കണം, ഒരു 15 മിനിറ്റ് ആയിട്ട് വിളിക്കാം. ഓക്കെ. ഹലോ. ഹലോ, ആ, അസ്സലാമു. പറഞ്ഞോളെ. അല്ല, നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതെയാ. അല്ല, എനിക്ക് കുറച്ചൊരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ചോദിച്ചു. നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഉം. പിന്നെ ഇപ്പോ നമ്മളെ നാട്ടില് ഉം. നമ്മക്ക് അതായത് ഒരു ഈ സംഭവത്തിൽ നീതി കിട്ടാണ്ട്, അതായത് ഉം. ഇപ്പൊ നമ്മള് ഒരാൾ കൊലപ്പെടുത്തി, അതായത് നമ്മളെ കുടുംബത്തിലാരും കൊലപ്പെടുത്തി, ഉം. അല്ലെങ്കിൽ എന്തുമാത്രം ഈ തമ്മാടിത്തരം ചെയ്തിട്ട് ഉം. ഇവിടുത്തെ കോടതിയില് ഉം. അവര് കള്ളത്തര എവിഡൻസ് എല്ലാം ഉണ്ടാക്കി ഉം. ഈ ആ ഉം. കേസിന് വേറെ രീതിയിലാക്കി. ഉം. അപ്പോ ഇതേപോലത്തെ ഉള്ള ആൾക്ക് മറ്റേ ദൈവവിശ്വാസിയാണെങ്കിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. ഈ വിശ്വാസത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്, യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്? അല്ല, ഒരു അതായത് അപ്പോ ഓർക്ക് നാളെ അള്ളാഹു ശിക്ഷ കൊടുക്കൂ, അങ്ങനെ ഒരു നീതി എന്താ ഈ കിട്ടുന്നില്ല. നീതി എന്താണ് സംഭവം? എനിക്ക് മനസ്സിലായി. എന്താ നിങ്ങൾ ഉദ്ദേശം? ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ഒരാളൊരു ക്രൂരത കാണിച്ചു, ഉം അപ്പൊ എന്താ നീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതായത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ആ വിചാരിച്ച് നാളെ അള്ളാഹു ചെയ്തു കൊടുക്കും, അതായത് അള്ളാഹു ശിക്ഷ കൊടുക്കും. ആ അപ്പോ അപ്പൊ ദൈവത്തിൽ വിശ്വാസം അപ്പൊ ഇല്ലാത്തവര് ആർക്ക് നീതി എന്ത്? കിട്ടുന്ന കാര്യമാണ് പറയുന്നത്? അതായത് ഇപ്പൊ എനിക്കായാലും എന്റെ ഇപ്പൊ ഒരു കുടുംബത്തിലുള്ള ആളായാലും, അല്ല, നീതി എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആ പ്രതിക്ക് ഒരു ശിക്ഷ കിട്ടിയില്ല കുറ്റം ചെയ്ത ആളുടെ കോടതിയിൽ. ശിക്ഷയാണോ ചോദിക്കണേ? അതല്ലല്ലോ നീതി. അതെ, അതെങ്ങനെ അതെ, അതെ. നീതിയാവുക? അതായത് ഒരാളൊരു കുറ്റം അതായത് ചെയ്താല് ഓർക്ക് നഷ്ടപരിഹാരമോ അങ്ങനെയൊന്നും കിട്ടിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. ആ അപ്പോ വ്യത്യസ്തകളെ സംബന്ധിച്ച് പിന്നെ എത്തിസ്റ്റും അവർക്ക് തീസ്റ്റും ഒക്കെ ഇവിടെ നിങ്ങൾ ഈ സംഭവം എന്ന് പറയും. ഇതിപ്പോ അടുത്ത് ഈ ഒരു 3-4 ദിവസം മുൻപ് ഞാൻ ഇതേ വിഷയത്തിൽ വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരാളോട് അതെയാ. ഇതേപോലെ സംസാരിക്കുന്നത്. അതായത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ദൈവം ഇല്ലാത്തവര് അപ്പൊ ഓർക്ക് എവിടുന്ന് അങ്ങനെ ഒരു ഇത് കിട്ടുന്നു? അതായത് ദൈവമുള്ളവർക്കും എവിടുന്നും കിട്ടാൻ പോകുന്നില്ല, ദൈവം ഇല്ലാത്തവർക്കും എവിടുന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഇപ്പൊ നീതി അനീതി, നിങ്ങൾ ഈ പറഞ്ഞ കോടതി, നിയമം, സംവിധാനം, ഇതൊക്കെ മനുഷ്യന്മാരുടെ ആഗ്രഹത്തിന്റെ പുറത്ത്, മനുഷ്യന്മാരുടെ ആവശ്യത്തിന് മനുഷ്യന്മാരുണ്ടാക്കിയ സാധനമാണ്. ഓ ഇപ്പൊ നീതി എന്ന് പറയുന്നത് മനുഷ്യന്റെ സങ്കല്പമാണ്, മനുഷ്യരുടെ കണ്ടുപിടുത്താണ്. അതെ. അപ്പോ അത് വേറെ പ്രകൃതിയിലുള്ളതല്ല, ലോകത്തുള്ളതല്ല, മനുഷ്യര് നിർദ്ധരിച്ചെടുത്തതാണ്. അപ്പൊ അള്ളാഹു പറയുന്നില്ല, അതായത് നിങ്ങൾക്ക് ഞാൻ നാളെ അള്ളാഹ്ക്ക് നീതി നടപ്പിലാക്കാൻ തരും, കഴിയില്ല. അപ്പൊ നാളെ മരണത്തിന് ശേഷം മരണത്തിന് ശേഷമുള്ള നീതിയല്ല സുഹൃത്തെ. ക്യാമത്ത് നാള് കേൾക്കണം. ഖിയാമത്ത് നാളിൽ എന്ത്? അത് അത് കാണാ കഥയെ കുറിച്ച് അതാ പറഞ്ഞ. വിശ്വാസത്തിൽ നമുക്ക് എന്തും പറയാം. ഇപ്പൊ സ്വപ്നത്തില് പണ്ടും അറിയില്ല, നമുക്ക് നിങ്ങളെ ഭാവനയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയില് ന്യൂയോർക്ക് ടൗണ് വിലക്ക് വാങ്ങാം, അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അത് നിങ്ങളെ ആഗ്രഹ ചിന്തയാണ്, മനസ്സിലായോ? അതേപോലത്തെ ഒരു സാധനമാണത്. അല്ല, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവാം. നിങ്ങളെ ചിന്തയിലാണ്. അതായത് എനിക്ക് വലിയ തോതിൽ വിശ്വാസം ഇല്ല ഇസ്ലാമിൽ, എന്നാലും വിശ്വാസം ചില ഉണ്ടെങ്കിലും കാര്യങ്ങൾ. ഇല്ലെങ്കിലും നീതി എന്ന് പറയുന്നത് മനുഷ്യരുടെ സങ്കല്പമാണ്. മനുഷ്യർ സാമൂഹിക ജീവിതം തുടങ്ങിയതിന് ശേഷം മനുഷ്യർ നിർദ്ധരിച്ചെടുത്തൊരു സങ്കല്പമാണ് നീതി. അല്ല, നീതി അപ്പോ ന്യായ സംവിധാനം എന്നൊക്കെ പറയുന്നത്. ഏകദേശം ഇത് മറ്റു ഇത് മനുഷ്യരുടെ അവകാശങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള, മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാമൂഹിക ക്രമമാണ്. അല്ല, അതല്ലാതെ ഒരു എനിക്ക് സാധനം ഇല്ല. ഓക്കെ. ഇനി നിങ്ങൾ സങ്കല്പിക്കുന്ന രീതിയിൽ ഒരു നീതി നടപ്പിലാക്കാൻ സാധ്യമല്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്.
ആം, ഇപ്പൊ നമുക്ക് അനീതി ഭയപ്പെടുന്ന ഒരു കേസ് നിങ്ങൾ പറയാം, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അനീതി ഭയപ്പെടുന്ന ഉം. കേസാ? അതായത് ഇവിടെ നീതി നടപ്പിലാക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് വേറെ നീതി നടപ്പിലാക്കും എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഓ, അങ്ങനെ നിങ്ങൾ അതായത് പ്രതീക്ഷിക്കുന്ന ഒരു സാധനം പറയാം. ഞാൻ പറഞ്ഞു അത് 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 വെച്ചിട്ട് നമുക്ക് അള്ളാഹു പറയാം. നാളെ നരകശിക്ഷ കൊടുക്കും എന്നൊരിത്. ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒരു മകനുണ്ട്. ആ ആ മകനെ നിങ്ങളുടെ അയൽവാസി കൊന്നു. ആ ഓക്കെ, ഓക്കെ അത് കേസിൽ ആരും പിടിക്കപ്പെട്ടില്ല, ഓക്കെ ശിക്ഷിക്കപ്പെട്ടില്ല, ഓക്കെ. മാഷറിയിലെത്തി. ഇനി എങ്ങനെ നീതി നടപ്പിലാക്കാന്ന് പറയട്ടെ, കേക്കട്ടെ. അള്ളാഹു അവർ ചോദ്യം ചെയ്യും. അപ്പൊ അവർക്ക് പിന്നെ അവരുടെ ആ തെറ്റ് അവർക്ക് അപ്പൊ മനസ്സിലാവുന്ന അങ്ങനല്ലേ? ഉം. അതായത് അള്ളാഹു ഇവിടെ അവർക്ക് ഇവിടെ നീതി നിഷേധം നേരിട്ടത് ആരാണ്? ഇപ്പൊ ഞാൻ അല്ല, എന്റെ മകൻ നിങ്ങളല്ല. നിങ്ങൾ എവിടുന്ന് വരുന്നത് ഇതിന്റെ അടിക്ക്? മകൻ. നിങ്ങളെ മകനാണ്. നിങ്ങളെ മകൻ ആ ഇവിടെ ബാക്കി എല്ലാ ഉം. മനുഷ്യരും ജീവിക്കുന്നത് പോലെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് ആ സാമൂഹികമായിട്ട്. അത് ആ അള്ളാഹു അവകാശം നാളെ ആ നിഷേധിക്കപ്പെട്ടു. മകന് സ്വർഗം കൊടുക്കുന്നില്ല. അപ്പൊ അതിങ്ങനെ നീതിയാവുക? കാരണം നമ്മളുടെ ഭൂമിയിൽ വന്നത് തന്നെ ഉം. സ്വർഗത്തിന് വേണ്ടി നിങ്ങളെ മകൻ മുർത്തദ്ദായതിനു ശേഷമാണ് ഒരാൾ കൊന്നതെങ്കിലോ? അപ്പൊ സാധാരണ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്താണത്? അല്ല, ഇപ്പൊ നിങ്ങളെ മകൻ മുർത്തദ്ദായി, ആ ദേഷ്യത്തില് വേറെ ഒരു പിന്നെ തീവ്രവാദിയാണ് അവനെ കൊന്നത്. അപ്പോഴോ? ഓക്കെ. ഒരു വിശ്വാസിയായിരുന്നു കൊന്നത്. അതായത് ഷിർക്കൊന്നും ചെയ്യാത്ത ഒരാള്. നിങ്ങളെ മകനാണെങ്കിൽ എന്റെ വീഡിയോ ഒക്കെ കേട്ട് മുർത്തദ്ദായി പോയി. ഓനെ ഒരു ഭയങ്കര വിശ്വാസിയായിട്ടുള്ള ഒരാൾ മുർത്തദിനെ കൊല്ലണം എന്നൊക്കെ പഠിച്ചതിന്റെ പേരിൽ ഒരു ആവേശത്തിന്റെ പുറത്ത് അയാളെ കൊന്നു. നീ പറയും അപ്പോ രണ്ടുപേർക്കും ശിക്ഷ ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ? അതായത് അയാള് തിരിച്ച് കൊല്ലുന്ന ടൈം പിന്നെ ഒന്നല്ല അങ്ങ് രക്ഷപ്പെടാൻ നോക്കിയാല് ഇല്ലെങ്കിൽ ഇത് ഈ സിനാരിയോ നിങ്ങൾ പറയും, എങ്ങനെ എങ്ങനെ സംഭവം, എന്താ ചെയ്യാ, എങ്ങനെ നീതി നടപ്പിലാക്ക? പിടുത്തം കിട്ടുന്നില്ല. കിട്ടൂല. ഈ പിടുത്തം കിട്ടാത്ത എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല. ഇത് മനുഷ്യന്റെ ഭൗതിക ജീവിതമായി ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് നീതി എന്ന് പറയുന്ന സങ്കല്പം. അതെന്താണ്? എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് നമ്മളെപ്പോലെയുള്ള അവകാശവും അർഹതകളും മറ്റുള്ളവർക്കും നമ്മുടെ സഹജീവിക്കും ഉണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ പരസ്പരം അംഗീകരിക്കുന്ന സാമൂഹ്യ നിയമമാണ് എല്ലാവരും പാലിക്കേണ്ടത്. അതിന് വിരുദ്ധമായിട്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് തടയാനുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള നീതിന്യായ വ്യവസ്ഥയും സംവിധാനവും സങ്കല്പവും ഒക്കെ. അതിനുള്ളതാണ് നിയമം, കോടതിയൊക്കെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രണ്ട് സിനാരിയോയിൽ ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങളെ മകൻ മുസ്ലിം തന്നെ ആയിരുന്നു, അയൽവാസി കൊന്നു, അയാൾ രക്ഷപ്പെട്ടു. നിങ്ങളെ മകന് നിഷേധിക്കപ്പെട്ട നീതി എന്ന് പറയുന്നത് ഈ ലോകത്ത് എല്ലാവരെയും പോലെ ജീവിക്കാൻ അർഹത ഉണ്ടായിരുന്ന ഒരാള്, അയാൾക്കെതിരെ ഒരാള് ഒരു അക്രമം പ്രവർത്തിച്ചു. ഒരു തെറ്റ് ചെയ്തവന് കൊടുക്കുന്ന ഇരക്ക് കിട്ടുന്ന നീതിയാണ് എന്നത് തെറ്റായ സങ്കല്പമാണ്. ഇരക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശമാണ്. അത് നഷ്ടപ്പെട്ടു. ചിലത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം തെറ്റ്, അത്തരം ഒരു പ്രശ്നം മറ്റൊരാൾ നേരിടാതിരിക്കാൻ വേണ്ടി അത്തരം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ ഭൗതികമായിട്ട് ഇനി ഒരാൾ അത്തരം നീതി നിഷേധത്തിന് പാത്രമാകരുത് എന്ന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും കൊല്ലപ്പെട്ട ആൾക്ക് നീതി കിട്ടലല്ല. അങ്ങനെ നീതി ഇല്ല, അത് സാധ്യവുമല്ല. എന്തുകൊണ്ടാ ഇപ്പം 2 ബില്യന്റെ അടുത്ത ആൾക്കാർ ഇസ്ലാമിൽ വിശ്വസിച്ച് നിൽക്കുന്നു, ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ. അതായത് അപ്പൊ അവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നത്? അത് വിശ്വസിക്കുന്നതല്ല, വിശ്വസിപ്പിക്കുന്നതാണ്. ഇത്രയും കൂടുതൽ ഒരു വിശ്വാസത്തിൽ ആളുകളെ തളച്ചിടാൻ വേണ്ടി ഇത്രയും പണിയെടുക്കുന്ന വേറെ ഏതെങ്കിലും പ്രസ്ഥാനം ഉണ്ടോ? മതം, അതായത് മതങ്ങള്, സംഘടിതമായിട്ടുള്ള മതങ്ങള്, അവര് ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ ഇങ്ങനെ കുത്തിയിരുത്തി പഠിപ്പിക്കുന്നതാണ്. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ വിശ്വസിക്കണം, ഇങ്ങനെ വിശ്വസിച്ചില്ല നരകത്തിൽ പോകും, പിശാച് വരും, കോക്കമ്പീച്ച് പിടിക്കും, മലക്ക് വന്ന് തല്ലും, അള്ള ശിക്ഷിക്കും, പ്രളയം ഉണ്ടാക്കും, അള്ള പേമാരി തരും, അല്ലെ മഹാമാരി തരും, കൊറോണ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടികളെ ഇങ്ങനെ നിർബന്ധിച്ച് വിശ്വസിപ്പിച്ച് പഠിപ്പിക്കുന്നതാണ്, അങ്ങനെ ശീലിപ്പിക്കുന്നതാണ്. അല്ലാതെ നൈസർഗികമായിട്ട് കുട്ടികൾ ജനിച്ച് അവര് ഇങ്ങനെ അക്ഷരമൊക്കെ പഠിച്ച് ഇങ്ങനെ വലുതായി വരുമ്പോ അവർ തേടി പിടിച്ചു കൊടുന്ന് വായിച്ചിട്ടാണ് വിശ്വസിക്കുന്ന ഒന്നല്ല ഒരു മതവും.
അത് ഓ ചെറിയ പ്രായം തൊട്ട് സംഘടിതമായി വ്യവസ്ഥാപിതമായി അതിന് അ- ശമ്പളത്തിന് ആളെ വെച്ച് ബിൽഡിങ്ങുകൾ കെട്ടി അല്ലെ അതെ അതെ. അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ കുട്ടികളെ അതിനകത്ത് കണ്ടീഷൻ ചെയ്യാൻ നമ്മൾ പറയും. ഓ ബ്രെയിൻ വാഷ് ചെയ്ത് കണ്ടീഷൻ ചെയ്തിട്ടാണ് വിശ്വാസികൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ ഉള്ളത്. അപ്പോ മറ്റൊരു അതില്ലാതായ ചോദ്യം. വിശ്വാസം ഉണ്ടാവില്ല. ഈ അതെ. വിശ്വാസം ഒന്നും അത് കഴിഞ്ഞുണ്ടാവില്ല. എം അക്ബറും ജബ്ബാർ മാഷും അന്നൊരു ഡിബേറ്റ് നടന്നില്ലേ? ഉം അതില് ഖുറാനില് പറയുന്ന ആയത്തിന് കറക്റ്റ് സയന്റിഫിക് എവിഡൻസ് ആയിട്ട് അന്ന് അക്ബർ പറഞ്ഞു തന്നില്ല. അതായത് ഇല്ലല്ലോ. ഖുറാൻ അന്ന് തിരുമാലകൾ. അക്ബർ ഖുറാനിലും തിരിമറി നടത്തി, സയൻസിലും തിരിമറി നടത്തി. അത് എങ്ങനെയാണ്, അതായത് നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്? നിങ്ങളതിൽ പറഞ്ഞ സയൻസ്? എന്തായിരുന്നു നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞുതരാം. അതായത് കടലിലെ തിരമാലക്ക് മീതെ കടലിലെ അടിയിൽ തിരമാല, തിരമാല അതായത് ഇല്ല, ഒന്നാമത്തെ കാര്യം. അത് ഉണ്ടെന്നല്ല ഇപ്പൊ സയൻസ് അല്ല ഇല്ല, പറയുന്നത്. അതായത് തിരമാല ഉണ്ടെന്ന് സയൻസ് പറഞ്ഞിട്ടില്ല. അതായത് മലകൾ ഇനി ആ നടുവിലുണ്ടെങ്കിൽ. തിരമാലകളെ ഇരുട്ടിനെ പൊതിയുന്ന തിരമാല എന്നാണ്. അങ്ങനെ ഒരു പ്രതിഭാസം ലോകത്ത് ഇന്ന് വരെ ഒരു സയൻസും പറഞ്ഞിട്ടില്ല. പച്ച നുണ പറഞ്ഞത് ഒന്ന്. അതാണ് സയൻസിൽ പറഞ്ഞ നുണ. അപ്പൊ കടലടിയിൽ കടലിനടിയിലെ ഇരുട്ടിന്റെ പാളിയെ തിരമാല പൊതിയുന്നു എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ഫാക്ട് ഇല്ല. അത് തിരമാല ഇത് മൂടുന്നില്ല. കടലിന്റെ അടിയിൽ തിരമാലയും ഇല്ല. തിരമാല എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വേവ് ഒന്ന്. ഇനി ഇത് ഖുറാനിലും ഇല്ല. അപ്പൊ സയൻസിൽ ഒരു ഭാഗത്ത് തിരുമറി നടത്തി, കുറച്ച് കാലും ചെത്തി കുറച്ച് ചെരുപ്പും ചെത്തിയിട്ടാണ് അക്ബർ അന്ന് അവിടെ ഉടായിപ്പ് കാണിച്ചത്. അതായത് ഖുറാനിൽ പറയുന്ന തിരമാല ഖുറാനില് പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതായത് തിരമാല പൊതിയുന്ന എന്നാണോ? ആഴക്കടലാണ്. ആഴക്കടൽ എന്ന് പറഞ്ഞാൽ എന്താ? ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഈ വലിയ കടൽ, സ്പെസിഫിക് അറ്റ്ലാന്റിക് ഓഷൻ പോലുള്ള അതായത് ഭയങ്കര ഡീപ് സീ എന്ന് ഭയങ്കര ഡീപ് പറഞ്ഞാല് സീ. നല്ല ആഴമുള്ള കടൽ എന്നാണ് അർത്ഥം. അല്ലാതെ കടലിന്റെ ആഴി എന്നല്ലല്ലോ അർത്ഥം. അതായത് ഇപ്പൊ കടലിൽ ഇരുട്ടുണ്ട് എന്നൊരു സംഭവം അത് പറയുന്നുണ്ട്. കടലിന്റെ അടിയിൽ ഇരുട്ടുണ്ട് എന്നൊരു സംഭവം, ഈ കടലിന്റെ അടിയെ കുറിച്ച് ഖുറാനിലും പരാമർശമില്ല. കടലിന്റെ അടിയിൽ ഇരുട്ടുണ്ട് എന്ന് നാട്ടുകാർക്ക് പണ്ട് മുതലേ അറിയുന്ന കാര്യമാണ്. ആഴത്തിലോട്ട് പോകുന്നവർ ഇരുട്ട് കൂടി വരും എന്നുള്ളത്. പിന്നെ അതില് സയൻസ് തിരികാൻ ശ്രമിച്ചത് ഇരുട്ടിന്റെ പല ലെയറുകൾ ഉണ്ടെന്നും ആ ഇരുട്ടുകളെ പൊതിയുന്ന തിരമാല ഉണ്ട് എന്നും സയൻസ് പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ സാധനം ഖുറാനിലുമില്ല. ഖുറാനിൽ പറഞ്ഞത് ആദ്യം സയൻസിനെ വക്രീകരിച്ചു, ഒരു സയന്റിഫിക് ഫാക്ടിനെ വക്രീകരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഒരു പരുവത്തിലാക്കി വെച്ച്, എന്നിട്ട് അതിന്റെ മുകളിൽ ഖുർആന് വെട്ടിയൊട്ടിച്ചു. അതാണ് ചെയ്തത്. പിന്നെ ആ ഖുർആൻ എന്ന് പറയുന്നത് ഔക്കലുലുമാത്തിൻ ഫി ബഹരിൻ ലുജി എന്നാണ് നിങ്ങൾ പറഞ്ഞ സാധനം. അതിന്റെ മുമ്പത്തെ വചനം സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലം അല്ലെ, അതിന്റെ ഉപമ, അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ഉപമയാണ് പറയുന്നത്. ഉപമ പറഞ്ഞാൽ എന്താ? ഉദാഹരണമാണ്. ഉപമിച്ച് കാണിച്ചു കൊടുക്കാണ്. എന്തിനാ ഉപമിക്കുന്നത്? ആളുകൾക്ക് മനസ്സിലാവാനാണ്. അപ്പോ അറേബ്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, സത്യനിഷേധികൾ, അതായത് സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ പോലും വിശ്വാസമില്ലാത്ത ആളുകളുടെ സൽക്കർമ്മം എന്ന് പറയുന്നത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. അതിന് പ്രത്യേകിച്ച് പ്രതിഫലം ഉണ്ടാവില്ല, അത് വേസ്റ്റ് ആയി പോകും. അതല്ലേ കൺസെപ്റ്റ്? ഔക്കലുലുമാത്തിൻ, അല്ലെങ്കിൽ എന്തുപോലെയാണ്? ഇരുട്ടുകളെ പോലെയാണ്, കടലിന്റെ അടിയിലുള്ള ഇരുട്ട് പോലെയാണ്. ഈ ലുലുമാത്ത് പറഞ്ഞത് അത് പിന്നെ ആ സെന്റൻസിന്റെ ഫ്രേസിന് വേണ്ടി അങ്ങനെ ലുലുമാത്ത് എന്ന് പല സന്ദർഭത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കടലിലെ ഇരുട്ട്, കടലിനകത്ത് ഇരുട്ടിലകപ്പെട്ടു പോയ ഒരാളാണ്. ഫി ബഹരി ലുജീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ആഴക്കടലില്, പ്രക്ഷുബ്ധമായ ആഴക്കടൽ. പിന്നെ കാർമേഘവും മഴയൊക്കെ ഉണ്ട്. കൈ ഉദ്ദേശിക്കുന്നുണ്ട്, കൈ പോലും കാണൂല. കൈ പുറത്തെടുത്താൽ അത് കാണൂല, അത്രേ ഉള്ളൂ. അതായത് ആ ആളെ സ്വന്തം നഫ്സിനെ പോലും, സ്വന്തം ശരീരത്തിന് പോലും കാണാൻ പറ്റാത്ത അത്രയും ഇരുട്ട് മൂടിക്കെട്ടി പ്രക്ഷുബ്ധമായ ഒരു കടലിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യന് ഒരാശ്രയമില്ലല്ലോ. അതേപോലെയാണ് സൽക്കർമ്മങ്ങൾ എത്ര പ്രവർത്തിച്ചാലും വിശ്വാസമില്ലാത്ത ആളുകളുടെ സൽക്കർമ്മത്തിന്റെ ഉപമ എന്നാണ് പറഞ്ഞത്. ആ ഉപമ അന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ആര് സംശയം ചോദിച്ചായിട്ട് ഹദീസിലൊന്നും തെളിവില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക പ്രമാണങ്ങളില് മുഴുവൻ, ഖുർത്തുബിന്റെ തഫ്സീറിലൊക്കെ ഈ ഔക്കലുലുമാത്തിൻ ഫി ബഹരിൻ ലുജീൻ പിന്നെ എന്താണ്
ഉം. തിരമാലകളുടെ മേലെ തിരമാല എന്ന് പറഞ്ഞത് ഒരു തിരമാല അതിന് പുറകെ അടുത്ത തിരമാല വന്ന് ഈ തിരമാലയുടെ മുകളിൽ അടിച്ചു കയറുന്ന ആ പ്രതിഭാസം ഓ അന്ന് ഓ വ്യക്തമായി അങ്ങനെ. എഴുതിയിട്ടുണ്ട്. ഓ അപ്പോ ഈ ഇനി ഒരു ഖുറാനിൽ സയൻസ് പ്രവൃത്തി തിരയാൻ ഇത്രയൊന്നും പോകണ്ടല്ലോ. ഖുറാനില് ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ അല്ലെ? അതെ അത് ഉണ്ട്. പറയുന്നുണ്ട്. ഭൂമിയും ആകാശവും ഒട്ടിച്ചേർന്ന് കിടക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു. ആകാശവും ഭൂമിയും ഒരേ വലിപ്പ അല്ല. അല്ല. ഈ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ആകാശത്തിനെ ഇതിനൊരു വിധാനമായിട്ട് ഒരു മേലാപ്പായിട്ട് ഒരു ഡൂം പോലെ ആകാശത്തെ ഉയർത്തി നിർത്തിയിട്ടുണ്ട് എന്ന് ഖുറാൻ പറയുന്നുണ്ട്. അതെ അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ അദൃശ്യമായിട്ടുള്ള. ആകാശത്തെ നിങ്ങൾ കാണുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. ഓ ഓ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. എന്തേ? അദൃശ്യമായിട്ട് അദൃശ്യമായ തൂണുകൾ കാലല്ല, ആ ആകാശത്തിന്റെ തൂണല്ല ഞാൻ ചോദിച്ചത്. ആകാശം നിങ്ങൾ കാണുന്നില്ല എന്നാണ് അള്ള ചോദിക്കുന്നത്. ആകാശം കാണുന്നുണ്ട്. അങ്ങനെ ഒരു ആകാശം ഉണ്ടോ അവിടെ? ഉണ്ട്. എവിടെ? നമ്മളിപ്പോ ആകാശം നോക്കുമ്പോ കാണുന്നല്ലോ. നമുക്ക് അങ്ങനെ അതായത് നോക്കുമ്പോ തോന്നുന്ന ആകാശം അങ്ങനെ സാധനം അവിടെ ഉണ്ടോ? ഒരു നീല ഡൂം പോലെ, ഒരു ടാർപ്പായ വലിച്ചെട്ടിയ പോലെ, ഒരു ഇല്ലില്ല, പന്തലിട്ട പോലെ ഒരു സാധനം ഉണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ ഉണ്ട് എന്നല്ലേ അങ്ങനെയില്ല. ഖുർആൻ പറയണേ. ഓ അതാണ് അപ്പൊ മിസ്റ്റേക്ക് നിങ്ങൾ അതിന്റെ പറയുന്നത്. താഴെയാണ് നക്ഷത്രങ്ങളെ അലങ്കാരമായി വെച്ചിട്ടുള്ളത്, വിളക്കായി വെച്ചിട്ടുള്ളത് എന്ന് പറയണില്ലേ? അതെ. ഈ ആകാശത്തിന്റെ താഴെയാണ് സൂര്യന്. ഓ, ഏ അതെ. മനസ്സിലായോ? ഇനി ആ, ഈ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിലേക്ക് അടർന്നു വീഴും ഇല്ലേ? അതെ പൊട്ടിപ്പൊളിഞ്ഞ് ഭൂമിയിലേക്ക് നക്ഷത്രങ്ങൾ വീഴും. അതെ. അങ്ങനെ സംഭവിക്കുവോ? സംഭവിക്കാം. സംഭവിക്കൂല. ആകാശമില്ല, തൂണില്ല, നക്ഷത്രങ്ങൾ ആകാശത്തല്ല. ഇതിനെ ഓ പെറുക്കിയിട്ട് മലക്കുകൾ എറിയുന്ന പറയല്ല, സോറി, മറ്റേ ഇബിലീസിനെ ഷെയ്ത്താൻ എറിയുന്ന പറയുന്നുണ്ട്. ഈ അതെ. നക്ഷത്രങ്ങളെ ആ, മനുഷ്യന്മാർക്ക് തൽക്കാലം അലങ്കാരം, ഇടക്ക് അള്ളാക്ക് പിശാചിനെ എറിയാനുള്ള ഒരു സൂത്രം അതാണ്. അത് സുഖം. ഏഹ് അതെ. അപ്പൊ ഈ അപ്പോ ഖുറാനിലെ സയൻസിനെ മനസ്സിലാക്കുക, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. വെറുതെ എന്തിനാണ് ഓ, സമയത്ത് അലയും ഒരു കളയുന്നത്? നമ്മൊരു പ്രവൃത്തി ഇല്ലാണ്ട് ഒരു സംഭവം നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോ ഉം. യൂണിവേഴ്സ് നിങ്ങൾ പറയുന്നത് അതായത് തനിയെ ഉണ്ടായതെന്ന്. ഉം. അപ്പൊ അതെങ്ങനെ വരും? അതായത് ഇപ്പൊ തനിയെ ഞാനിപ്പോ ഉണ്ടായതല്ലേ, അത് ഇവിടെ ഉള്ളതാണെന്നല്ലേ പറയണേ. അവിടെ ഓൾറെഡി ഉണ്ട് ഉം. അങ്ങനെ. ഇപ്പൊ നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കുന്ന വിശേഷണങ്ങള് ഈ യൂണിവേഴ്സിനോട് കൊടുത്തു നോക്കിയേ പ്രശ്നം തീരില്ല. അവിടെ തീരൂലേ പ്രശ്നം? ഓ പക്ഷെ അള്ളാഹു ഇപ്പൊ ഒരു മകൻ ഉണ്ടായതെന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ പറയൂലേ അല്ല, ഞാൻ അതായത് പറയണല്ല, ഞാൻ ചോദിക്കണത് അള്ളാഹു ഉം, പണ്ട് മുതലേ ആദിയും അന്ത്യവും ഇല്ലാത്തതാണ് എന്നല്ല നിങ്ങളെ ആദ്യം വാദം. എന്ത് ഇല്ലാത്തവനാണ്. ഉം. യെസ്. അത് യൂണിവേഴ്സിനാണ് വിശേഷണം കൊടുത്തു നോക്കിയ പ്രശ്നം അവിടെ തീർന്നില്ലേ? ഓ ഈ അപ്പൊ യൂണിവേഴ്സിന് ആദ്യമില്ല അന്ത്യമില്ല. അപ്പൊ മരണശേഷവും എന്തുണ്ടാവും? അതായത് അങ്ങനെ ഒരു പേടിയോ ഒന്നുമില്ലേ? ഒന്നുമില്ല. ഇതിനെങ്ങനെ അതായത് അപ്പൊ മനസ്സിലാക്കി നമ്മള് പേടിയൊക്കെ എങ്- പോയി. എങ്ങനെ ജീവൻ കിട്ടുന്നു എന്നത്. അതൊക്കെ നമുക്ക് അന്വേഷിക്കാനുള്ള സംവിധാനം ഇപ്പൊ നിലവിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ തുടക്കത്തെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ യൂണിവേഴ്സിനെ അള്ളാഹുവിന് കൊടുക്കുന്ന ഇതേ ആട്രിബ്യൂട്ടാണ് കൊടുത്ത അവിടെ പ്രശ്നം തീർന്നില്ലേ? അവിടെ തീരുന്നത് അങ്ങനെ ആ, കൊടുത്താല്. അത് ബട്ട് യൂണിവേഴ്സിന് കൊടുക്കാൻ പറ്റൂല, അള്ളാഹുവിന് അത് കൊടുക്കുമാണെന്ന് എന്തിനാ വാശി പിടിക്കണേ? സയന്റിസ്റ്റ് ഇതുവരെ എന്താണ് എങ്ങനെ ജീവൻ കിട്ടുന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അത് സമയമെടുക്കും. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് പക്ഷെ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട്. പണ്ട് ഖുറാനിൽ പറഞ്ഞില്ല, അതായത് ഞാൻ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് ജീവൻ തന്നു എന്നല്ലോ. അതാണപ്പോ ജീവൻ തന്നെ ഉണ്ടായി. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? രണ്ടു തന്നെ ഉണ്ടായിരുന്നു. അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലേ, അത് ആർക്കും വെച്ചൂടെ? ഓ ഓ. അപ്പൊ നിങ്ങള് എന്തുകൊണ്ട് ഹിന്ദു മതത്തെ അത്ര എതിർക്കുന്നില്ല? അതെനിക്ക് മനസ്സിലായില്ല. എല്ലാ മതവും ഇതേപോലത്തെ പൊട്ടക്കഥകളാണ്. അപ്പൊ എല്ലാ മതങ്ങളും മണ്ടത്തരാണ്. എല്ലാ മതങ്ങളും ഇതേപോലത്തെ അന്ധവിശ്വാസങ്ങളും നിങ്ങളെ ഒരു 15 വീഡിയോയിൽ കാലഘട്ടത്തിൽ ഒരു ജീവിച്ച, വീഡിയോ ഒരു മിനിറ്റ്, മറ്റല്ലോ ഉണ്ടാവുന്ന ഒരു ഹിന്ദുക്കളെ പറ്റി. ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യര് അവരുടെ ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് അവർ മെനഞ്ഞെടുത്ത സാങ്കല്പിക കഥകളാണ് എല്ലാ മതങ്ങളും, ഓക്കെ എല്ലാ മനസ്സിലായി. ദൈവങ്ങളും. ആ ആ മതങ്ങൾക്കും ദൈവങ്ങൾക്കൊക്കെ ഇത് ഏത് പ്രദേശത്താണോ രൂപം കൊള്ളുന്നത് ആ പ്രദേശത്തിന്റെ സംസ്കാരവും ചിത്രവും നിറവും ഒക്കെ ഉണ്ടാവും, ഓക്കെ. സ്വഭാവം ഉണ്ടാവും. ഓ അള്ളാഹുവിന് ഒരു അറേബ്യൻ പിന്നെ ഒരു കാട്ടറബിയുടെ എല്ലാ സ്വഭാവം ഉണ്ട് ഖുറാനിൽ അള്ളാഹുവിന്. ബട്ട് നിങ്ങൾ ഞാനൊരു അക്ബറിന്റെ ഒരു ജിഹാദിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഉം. അപ്പോ അതില് പറയുന്ന അതായത് ആദ്യം നമ്മ മുസ്ലിം ആവും കൺവേർട്ട് ചെയ്യാൻ പറയുമെന്ന് ഉം. പറയുന്നു. ഉം. രണ്ടാമത് ജിസിയ അടിക്കാൻ പറയാൻ ഉം. പറയുന്നു.
മൂന്നാമത് അതും അംഗീകരിച്ചില്ല കുറെ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത്. ബട്ട് ഇത് പറയുന്നത് അതായത് വെറുതെ നിൽക്കുന്ന ആളല്ല, പകരം നമ്മളെ ഉപദ്രവിക്കുന്ന ആളെ നമ്മ ഇങ്ങനെ ചെയ്യണമെന്നല്ല, വെറുതെ നിൽക്കുന്ന ആൾക്കാർ, വെറുതെ ഇരിക്കുന്ന ആൾക്കാർ. ബട്ട് നമ്മൾ ചെയ്ത് ഞാനിപ്പോ അഫ്ലോലമയാണ് പഠിക്കുന്നുള്ള പ്രിലിമിനറി സെക്കൻഡ് ഇയർ. ബട്ട് നമുക്ക് പഠിപ്പിക്കുന്ന എങ്ങനെ വെച്ചാൽ, അതായത് ഇസ്ലാമിന് അത്രയും ബുദ്ധിമുട്ടിച്ച്, അതായത് പറ്റി എന്താ പറയുക, തെറ്റായ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ആരും ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലല്ല ഞാൻ ചോദിക്കുന്നത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാകാതിരിക്കുകയും ദീൻ അള്ളാഹുവിൻ്റെത് മാത്രമാവുകയും ചെയ്യുന്നത് വരെ, ഫിത്ന അവസാനിക്കുകയും ദീൻ അള്ളാഹുവിൻ്റെത് മാത്രമാകുന്നത് വരെ യുദ്ധം ചെയ്യാന്നാണ് കൽപ്പന. എന്താ ഫിത്ന? അല്ല, ഫിത്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫിത്ന ഷിർക്കാണ്. ഏറ്റവും വലിയ ഫിത്ന ഷിർക്കല്ലേ? ഇപ്പൊ മക്കയിലുണ്ടായിരുന്ന ഫിത്ന എന്താ? ഷിർക്കിന്റെ ഉച്ചാടനത്തിനല്ലേ മുഹമ്മദ് നബി വന്നത്? ആ ഷിർക്ക് അവിടെ മുശ്രിക്കുകളെ തീരുമാനാക്കാൻ വേണ്ടിയിട്ട് ഇതേ പിന്നെ ഈ പറഞ്ഞ ഭാഗം, അതായത് ഹിദായത്തിലേക്ക് മീൻസ് തൗഹീദിലേക്ക് വരാൻ ക്ഷണിക്കുക. കുറെ കാലം വിളിച്ചു, പിന്നെ വാളെടുത്തു. സൂറത്ത് തൗബയിൽ 5-ാം വചനത്തിൽ അതല്ലേ പറഞ്ഞത്, മക്കാരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഈ പറഞ്ഞ ജിസിയ എന്നുള്ള ഓപ്ഷൻ പോലും ഇത് പറയുന്ന മൂല്യന്മാരോടൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു കാഫിർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ യഹൂദ നസ്രാനികൾക്ക് മാത്രമാണ് എന്തുള്ളൂ, ജിസിയ എന്നുള്ള ഓപ്ഷൻ ഉള്ളൂ. മുശ്രിക്കിനില്ല. ഉണ്ടോ? മുശ്രിക്കിനില്ല, ഖുറാനിലില്ല. ഈ ജിസിയയുടെ ഓപ്ഷൻ അത് ഈ ഭരണാധികാരിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്, ആ ഓപ്ഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. വേണേ കൊടുക്കാം, വേണേ കൊടുക്കണ്ട. അതായത് ഇസ്ലാമിൽ എല്ലാ കാഫിറുകളും ഇന്നസെന്റ് ആയ പീപ്പിളിനെ കൊല്ലണ്ടെന്നല്ല പറയുന്നത്. അല്ല, ഇതാണെന്ന് ഇപ്പൊ ഇസ്ലാമികമായിട്ടുള്ള ജിഹാദിന്റെ ഉദ്ദേശം ലോകത്ത് ഇസ്ലാം സമ്പൂർണമാക്കുക എന്നുള്ളതാണ് അല്ലേ? അതിന് ചില ഷർത്തും ഫർളുകളും പറയുന്നുണ്ട് എന്ന് മാത്രം. ഓരോ ആളുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇറങ്ങി ചെയ്യേണ്ട സാധനം അല്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഒരു അമീറിന്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്ന് വേണ്ടത് തുടങ്ങാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഇപ്പൊ നിലവിലുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളിൽ നോക്കിക്കോ, അവരൊരു പ്രത്യേക സ്ഥലത്ത് തമ്പടിക്കുകയും അവിടെ അവരൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊരു പേരിടുകയും അല്ലെങ്കിൽ അവിടെ അവർ പ്രത്യേകമായിട്ട് ഒരു പ്രദേശത്ത് ഒരു അമീറിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. അവരൊന്നും നമ്മളെ ഇസ്ലാമിന്റെ നേതാക്കളൊന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് അവരെല്ലാം കുറ്റം പറയുന്നു. അത് ഇസ്ലാമിന്റെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യാത്തത് വ്യവസ്ഥാപിതമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളുടെ നേതൃത്വവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉള്ളതുകൊണ്ടാണ്. അതായത് ഇപ്പൊ സൗദി അറേബ്യ ISISനെ സപ്പോർട്ട് ചെയ്യാത്തത് സൗദി അറേബ്യ അല്ലെങ്കിൽ UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് എന്നൊക്കെ പറയുന്ന അവിടെ ദേശരാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ. ആ രാഷ്ട്രങ്ങളുടെ അധികാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ പ്രശ്നമുണ്ടെന്നും അവിടെ യഥാർത്ഥ ഇസ്ലാമിക ഖിലാഫത്ത് ഇല്ലാന്നും പറഞ്ഞിട്ട് അവിടങ്ങളിൽ ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണല്ലോ ഈ ISIS ഒക്കെ രൂപം കൊള്ളുന്നത്. അപ്പൊ ഇത് അവരുടെ ഭരണത്തെ ബാധിക്കില്ലേ? അവരുടെ അധികാരം പോവില്ലേ? അതിന്റെ പേരിലാണ് ഇവരെ എതിർക്കുന്നത്. മനസ്സിലായോ? സംരക്ഷണത്തിന് വേണ്ടി. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഇതിന്റെ ഒക്കെ ഗോഡ് ഫാദർ. ഇബ്നു തൈമിയ്യയാണ് അതിന് വേണ്ട ആശയപരമായിട്ടുള്ള സാധനങ്ങൾ ചെയ്തതിൽ പ്രധാനി. തിയോളജിക്കൽ ആയിട്ടുള്ള വിശദീകരണം കൊടുത്തത് ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാരാണ്. ഇവരുടെ ആശയത്തിൽ നിന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവിടെ ഉണ്ടായിരുന്ന മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക്, അറേബ്യൻ പെനിൻസുലയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ തൗഹീദിൽ കലർപ്പുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ ഇസ്ലാഹിയത്ത്, നസീഹത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അവസാനം അത് ജിഹാദിലേക്ക് വഴിമാറുന്നുണ്ട്. ബട്ട് അവിടെ ഒരേ പള്ളിയിൽ തന്നെ 3-4 ജുമവും അതൊന്നും ഇസ്ലാമിന് ശരിക്കും പറഞ്ഞില്ലല്ലോ. ജുമ ഒരു പള്ളിയിൽ ഒരാളല്ല നേതൃത്വം കൊടുക്കേണ്ടത്. അതൊക്കെ ആര് പറഞ്ഞ കഥകളാണ്? ഇതൊക്കെ പണ്ട് മുതലേ മദ്രസയിൽ പഠിച്ചു. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ അതൊക്കെ പോട്ടെ. ഇപ്പോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നാല് അവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്താ ചെയ്തത്? അവിടെ അദ്ദേഹം അല്ലേ, അയാൾക്ക് അതിനുള്ള അധികാരം എവിടെ ഉണ്ടാവുക? ഇപ്പൊ ഈ പറയണ രാഷ്ട്രം വേണം, രാജ്യം വേണം എന്നൊക്കെ പറയണത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊന്നും പിന്നെ ശരിക്കുള്ള ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അന്ന് ചെയ്തത് തീവ്രവാദ പ്രവർത്തനല്ലേ? അവിടെ നിലവിലിരിക്കുന്ന മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സായുധമായിട്ടുള്ള വിപ്ലവത്തിന് ഒരുങ്ങി ജിഹാദ് ചെയ്തില്ലേ?
അന്ന് അവർ വിജയിച്ചത് കൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഷെയ്ഖായത്. അന്ന് പരാജയപ്പെട്ടെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തീവ്രവാദിയായിരിക്കും, ആരും അംഗീകരിക്കാത്ത തീവ്രവാദി. അതിന് പകരം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അധികാരം പിടിച്ചു, അല്ലെങ്കിൽ അധികാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പണ്ഡിത നേതൃത്വമായിട്ട് ഷെയ്ഖായിട്ട് മാറി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തൗഹീദാണ് സൗദ് ഭരണകൂടം അവിടെ സ്ഥാപിച്ചത്. എത്ര പള്ളികൾ പൊളിച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സംഘം, നിങ്ങൾക്കറിയില്ലേ? അതായത് ആ പള്ളികൾ പറയുമ്പോ കബറിടങ്ങൾ, ദ്വാരക്കുന്ന കബറിടങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ? അത് ഓരോ ആളുകളുടെ വിശ്വാസല്ലേ. മറ്റൊരാളുടെ അധീനതയിൽ ഇരിക്കുന്ന മറ്റൊരാളുടെ, ഇപ്പൊ നമ്മളെ ഇവിടുത്തെ മുജാഹിദുകൾ ഇറങ്ങിയിട്ട് എ പി അബൂബക്കർ മുസ്ലിയാരെ പള്ളി പൊളിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തിനാ പൊളിക്കാൻ നിൽക്കുന്നത്? അത് അവരുടെ വിശ്വാസല്ലേ, അത് അക്രമല്ലേ, തീവ്രവാദ പ്രവർത്തനല്ലേ. ഈ യഥാർത്ഥ ഇസ്ലാം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ലോകത്തുണ്ടായ എല്ലാ തീവ്രവാദ സംഘടനകളും ഉണ്ടായിട്ടുണ്ടെന്ന്. അതിന്റെയൊക്കെ പ്രചോദനം തൗഹീദാണ്. അപ്പൊ നമുക്ക് ഒരു ഗ്രൂപ്പിനെ മാത്രം, ഇതേ ആക്ഷേപം തന്നെയല്ലേ IS പറയുന്നത്. ഇതേ ആശയം തന്നെയല്ലേ ഇവിടെ താലിബാൻ പറഞ്ഞത്. തൗഹീദ്, ഇസ്ലാമിക ഖിലാഫത്ത് ഇല്ല, ഇവരൊക്കെ പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ അടിമകളാണ്, ഇസ്ലാമിക നിയമങ്ങളിൽ വെള്ളം ചേർക്കുന്നു. ഇപ്പൊ സൗദിയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനെ പട്ടി, പൂച്ച, നായ, പന്നി എന്നൊക്കെ വിളിക്കുന്ന മൗലവിമാരെ കണ്ടിട്ടില്ലേ? എന്ത് അയാള് ചെയ്ത്? അയാൾ നബീനെ തള്ളി പറഞ്ഞോ? അയാൾ ഖുർആൻ തോട്ടിലെറിഞ്ഞോ? ഇല്ലല്ലോ. അപ്പോ അത് മാത്രമല്ല, ഇസ്ലാമിനകത്ത് കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ അവിടെ ഭരണത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോ അത് ഇസ്ലാമിക നിയമങ്ങൾ കാറ്റിൽ പറത്തലാണ്. മലയാളത്തിൽ പോലും അയാളെ പട്ടിന്നും പന്നിന്നും വിളിക്കുന്ന മൂല്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, മലയാളത്തിൽ വീഡിയോ. അപ്പൊ ഇവരുടെ കണ്ണിൽ അത് അനിസ്ലാമികമായ ഒരു ഭരണകൂടമായി മാറുന്നു. അവർക്കെതിരെ പോരാടാൻ വേണ്ടി ഒരു സംഘം തീരുമാനിച്ച് അതിലൊരാൾ അമീറായി നിശ്ചയിച്ച് അയാൾ ജിഹാദിന് ഒരുങ്ങി പുറപ്പെട്ടാൽ അത് ഇസ്ലാമികമായിട്ട് അനുവദനീയമാണ്. അതേ പണി തന്നെയാണ് IS ചെയ്തത്. നിങ്ങൾ ഈ പറയുന്നില്ല, അതായത് ഭാര്യമാരെ തല്ലാനുള്ള അധികാരമുണ്ട് ഇസ്ലാമിൽ, ശരിക്കും അങ്ങനെ ഉണ്ടോ? പിന്നെ 4:34 നിർത്തി വായിച്ചു നോക്കി. 4:34 ഒരു മിനിറ്റ്. 4:34 അല്ലേ ഖുർആൻ? ഒരു മിനിറ്റ്. സ്ലോ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റു വിഭാഗത്തെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ട് പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടുമാണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. ഇനി ഇതൊക്കെ പറയണൊക്കെ എന്നിട്ട് അവൾ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ പിന്നെ അവർക്കെതിരെ ഒരു മാർഗവും തേടരുത്. തീർച്ചയായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. അതായത് ഒരു മാർഗവും തേടരുത് എന്ന് പറഞ്ഞാല് പിന്നെ ഒഴിവാക്കൊന്നും ചെയ്യരുത് എന്ന്. ഓലെ അടി കൊടുത്തിട്ടാണെങ്കിലും അനുസരിച്ചല്ലോ, എന്നാ പിന്നെ ഓലെ ഇനി ഒഴിവാക്കരുത്, കാര്യം തീർക്കരുത് എന്ന്. അപ്പൊ അടിച്ചു നിർത്തിക്കണമെന്നാ പറയുന്നത് അല്ലേ? അതല്ലേ പറഞ്ഞത്. ഇനി അത് മാത്രമല്ല, അള്ളാഹു നീതിമാനല്ല എന്ന്. ഇപ്പൊ നിങ്ങൾ അള്ളാഹു നീതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. അതായത് സ്ത്രീകളെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് പുരുഷന്മാരാണ്. ഓക്കെ, അതിന്റെ കാരണം പറഞ്ഞു നോക്കി. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റു വിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയെന്നാണ്. അപ്പൊ സ്ത്രീകളോട് അള്ളാഹു അനീതി കാണിച്ചില്ലേ? പ്രശ്നം.
അപ്പൊ ഈ അള്ളാഹു നീതി നടപ്പിലാക്കുന്ന നമ്മൾ വിശ്വസിക്കണോ? അന്നെങ്കിൽ എല്ലാരും ഈക്വൽ ആക്കണം. അങ്ങനെയാ? അല്ല, ആ അള്ളാഹു ആണ് ഈ അനീതി കാണിച്ചത്. സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം തുടങ്ങിയത് അള്ളാഹു ആണെന്നാണ് അള്ള പറയുന്നത്. ഒന്ന്. ആ രണ്ടാമത്തെ കാരണം എന്താണ്? പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടാണ് എന്ന്. ഓ അതിപ്പോ സ്ത്രീകളപ്പോ ധനം ചെലവഴിക്കണ്ടെന്നാണ്. എന്താ ധനം ചെലവഴിക്കണത് എന്തിനാ? സ്ത്രീകളുടെ ശരീരം വാങ്ങാൻ വേണ്ടിയിട്ട് മഹർ കൊടുത്തില്ല, അതിനെ കുറിച്ചാണ് ഈ പറയണതേ. പിന്നെ ഓ അവർ ചെലവും കൊടുക്കൂലേ? ആ കൊടുക്കും. ആ, ഓ അങ്ങനെ ഒരു പ്രശ്നം. ഞാൻ അങ്ങനെ ആ വിചാരിച്ചത് കാരണം കൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? നല്ലവരായ സ്ത്രീകൾ പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുന്നവരാണ് എന്ന്. ഓ അതായത് അനുസരിച്ചില്ല. ഭർത്താവിനെ ആ. ഭാര്യനെ അനുസരിച്ച് ജീവിച്ച മനുഷ്യനാണ് മുഹമ്മദ് നബി. അതായത് ഈ അനുസരണം എന്ന് പറയുമ്പോ അതായത് ഇപ്പൊ എല്ലാ കാര്യത്തിനും ഉൾപ്പെടില്ലല്ലോ. എല്ലാ കാര്യത്തിലും ഉൾപ്പെടും. മതപരമായ വിലക്കില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഉൾപ്പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കല്യാണപ്രായമായെന്ന് എനിക്കറിയില്ല. ഇല്ല ഇല്ല, ഞാൻ കാര്യമില്ല. ഞാന് 17 വയസ്സ്. ആ, അപ്പൊ ചെറിയ കുട്ടിയാണ്. അപ്പൊ അതെ. ഭാര്യയും ഭർത്താവും ഉള്ള ഒരു ഭാര്യ വീട്ടിലുണ്ട്. ആ അപ്പൊ ഭാര്യ തിങ്കളാഴ്ച സുന്നത്ത് നോയമ്പ് എടുക്കാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് കയറി വരുന്നത് വിചാരിച്ചോ. ഓക്കെ. ഭർത്താവിന്റെ സമ്മതം വേണം സുന്നത്ത് ഇത് നോയമ്പ് സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ. എടുക്കണമെങ്കിൽ. ആ, ഓ ഇത് എന്റെ വീട്ടിലൊരു ആരാധനയിൽ പോലും അനുഭവം ഉണ്ട്. ഉള്ള പോലെ ഉണ്ട്. ഏഹ് എന്റെ വീട്ടിൽ ഇതേപോലെ ഒരു ചെറിയ അനുഭവം കിട്ടിയ പോലെ ഉണ്ട്. ആ, ഉപ്പ എടുക്കരുതെന്ന് പറഞ്ഞ ഉമ്മ ആ. എടുക്കാണ്ടെന്ന പോലെ. സുന്നത്ത് ബട്ട് നോയമ്പ് എടുക്കണ്ടായിരുന്നു, എടുക്കണ്ട, അത്രേ ഉള്ളൂ. ഇനി ബട്ട് അതും പോട്ടെ, വാപ്പ മരിക്കാൻ കിടക്കുമ്പോ, ആ ഇപ്പൊ ഭാര്യയുടെ വാപ്പ മരിക്കാൻ കിടക്കണം, അല്ലെങ്കിൽ മരിച്ചു, മയ്യത്തൊന്ന് ആ കാണാൻ പോണം. ആ അപ്പൊ വാപ്പ പറയണ ഇജ്ജ് ഇപ്പൊ ഒന്ന് പോയാൽ ശരിയല്ല, ഇജ്ജ് അവിടക്ക് എന്ന് ഭർത്താവ് പറഞ്ഞാൽ ആ പോവാൻ പറ്റില്ല. ബട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല മുഹമ്മദ്. ചെയ്തോ ഇല്ലെന്നുള്ള പുരുഷന്റെ അവകാശമാണ് പറഞ്ഞത്, സ്ത്രീയുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ബട്ട് ചില ഒരാളിപ്പോ അങ്ങനെ കാര്യങ്ങളില് ചെയ്താൽ, ഭർത്താവിന് ഭർത്താവ് തടസ്സപ്പെടുത്താൻ അങ്ങനെ ചെയ്താൽ അനുവാദമില്ല എന്നല്ല പറയുന്നത്. എങ്ങനെ? അതായത് ഇപ്പോ ഓർക്കായിട്ട് വർക്കിന് പോകുന്നുണ്ട്, അതായത് സമ്മതം ഉണ്ടെങ്കിൽ വർക്കിന് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാത്ര ഇതൊന്നും ചെയ്യാൻ. യാത്ര ചെയ്യാനൊന്നും അനുവാദമില്ല, ഒന്നിനും അനുവാദമില്ല. അപ്പൊ ഒരു സംഭവത്തിന് ഇങ്ങനത്തെ ഒരു അനുവാദം ഭർത്താവിന്റെ ഇല്ല. സമ്മതമില്ലാതെ ഉം. പുറത്തിറങ്ങിയാല് അള്ളാഹുവിന്റെ ശാപത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓ അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിലെ നേതാക്കളാരും ഡിബേറ്റിന് വരുന്നില്ല. ഇതുകൊണ്ടല്ലേ വരാത്തത്. ഇതൊക്കെയാണ് പുസ്തകത്തിലുള്ളതെന്ന് അവർക്ക് അറിയില്ലേ, പിന്നെ എങ്ങനെ അവര് വരും? ഓ അപ്പൊ അന്ന് ജബ്ബാർ മാഷും പിന്നെ എം അക്ബർ അക്ബർ നടന്ന അക്ബർ ഡിബേറ്റ്സില്. അക്ബർ ആ വന്നത് ആ എന്തെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞ ഒരു കൊനിഷ്ഠൊപ്പിക്കാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ട് മാത്രം വന്നതല്ലേ. അത് തന്നെ ഓ നമ്മൾ അവിടെ എങ്ങനെയാണ് അക്ബറിനെ എത്തിച്ചതെന്ന് ബട്ട് എനിക്ക് അന്നാരും നന്നായിട്ട് ഒരാൾ അറിയാം. ഇസ്ലാം സ്വീകരിച്ചെന്നല്ലേ ഞാൻ കേട്ടത്. ആര്? പേര് അങ്ങനെ കേട്ട് എന്റെ ഉപ്പ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഓർക്കുന്നത്. പറയുന്നേ, നമ്മളെ നീൽ ആംസ്ട്രോങ് ഇല്ലേ, നീൽ ആംസ്ട്രോങ്, ആ അതെ അതെ. അയാൾ മനസ്സിലായി. വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്ത്? എന്ത്? ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവിടെ ബാങ്കുവിളിയൊന്നും കേട്ടിട്ടില്ല എന്ന് പറയാം. ഓ അയാളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. നമ്മളെ സച്ചിൻ ഇസ്ലാമായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാർത്ത പ്രചരിച്ചിരുന്നില്ലേ. ആ കേട്ട്. നിങ്ങൾ പോലും വിശ്വസിക്കുന്ന വാർത്തയായിരിക്കും. നമ്മുടെ എന്തായിരുന്നു ആ പാട്ടുകാരനുണ്ടായിരുന്നല്ലോ, ഒരു ഇംഗ്ലീഷ്, മൈക്കിൾ ജാക്സൺ. മൈക്കൽ ജാക്സൺ മുസ്ലിം ആയിരുന്നു അവസാനം. ആ, അത് ആ നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടില്ലേ? അതുപോലും ഫാക്ച്വലി കറക്റ്റ് അല്ല എന്നാണ് എന്റെ അറിവ്. ഓ ഞാൻ അപ്പൊ ഗൂഗിളിൽ ഇങ്ങനെ ചെയ്തപ്പോ കുറെ അങ്ങനെ നുണ പറയും. കണ്ടിട്ടൊന്നുമില്ല. ആ, ആൾക്കാർ ഇങ്ങനെ പറയും. ഓ പിന്നെ ഇസ്ലാം അതായത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും ഓ എനിക്ക് 2050 ആകുമ്പത്തിന്. അപ്പൊ വേറൊരു ഭാഗത്ത് പുറത്തു വരുന്ന കണക്ക് സൗദിയിൽ പോലും 30% ആൾക്കാർക്ക് വിശ്വാസമില്ല എന്നാണ്. ഓ പിന്നെ എന്റെ ഈമാൻ ബട്ട് പോയതൊക്കെ സൗദി നിന്നാട്ടോ, മദീനത്ത് നിന്നാണ്. ഇത് എനിക്ക് വലിയൊരു ഇസ്ലാം വിശ്വാസമില്ല. പക്ഷെ കുറച്ച് ചോദ്യങ്ങൾ ഉത്തരം എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാകുന്നത് ഇങ്ങനെ നിങ്ങളെ നമ്മളിങ്ങനെ വിളിക്കാൻ കാരണം. അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓ സാമാന്യമായിട്ടുള്ള ബുദ്ധി തുറന്നു വെച്ചിട്ട് ഇസ്ലാമിക പുസ്തകങ്ങൾ തന്നെ ഒന്ന് വായിച്ചാൽ മതി, ഓ എല്ലാത്തിനും ഉത്തരം കിട്ടും. ചരിത്രം ആ വായിക്കുക, ഹദീസ്, ഖുർആൻ, അതിന്റെ വിശദീകരണം ഒക്കെ ഒന്ന് വായിച്ചാൽ ഓ എല്ലാത്തിനും ഉത്തരം കിട്ടും. നിങ്ങൾ ചെറിയ പ്രായമല്ലേ, നിങ്ങൾക്ക് പഠിക്കാനും വായിക്കാനൊക്കെ അതെ സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. മനസ്സിലുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ സമയമെടുത്ത് എല്ലാം ബട്ട് സമാധാനമായിട്ട് വായിച്ച് പഠിക്കൂ. ബട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിനെ കൂടുതൽ അതൊക്കെ നമ്മൾ മനസ്സിലാവും. ഇസ്ലാമിലല്ലേ പഠിച്ചതും വളർന്നതും, ഓ നമ്മൾ ഇസ്ലാമിനല്ലേ അതുകൊണ്ട് കൂടുതൽ അടുത്തറിഞ്ഞത്. അത് അടുത്തറിഞ്ഞ ഇസ്ലാം ഇസ്ലാം പിന്നെ സത്യം ആ എന്ന് അപ്പൊ വിശ്വസിക്കുന്നു. ഇവന് ഏറ്റവും ആ കൂടുതൽ ഇപ്പൊ പ്രബോധനം നടക്കുന്ന മതവും വലിയ ഉം. അവകാശവാദങ്ങളായിട്ട് വരുന്ന മതവും ആ മതവിരുദ്ധമായ മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കൂടുതലും എല്ലാത്തിനും വിമർശിക്കുന്ന വിഭാഗം ഒരു വിഭാഗം ഒക്കെ വരാണല്ലോ. മറ്റേത് അതുകൊണ്ട് അത്ര ഈ ഇല്ല. ഇപ്പൊ നമ്മളൊരു ഒരു സൂംബ ഡാൻസ് വിവാദം വന്നപ്പോ കലി തുള്ളി ഓ ഇറങ്ങിയത് ആകെ ആരാ?
ഇസ്ലാമിസ്റ്റുകളാണ് ആ കൂടുതൽ. മുസ്ലിം യൂണിഫോമിന്റെ കാര്യം, പാഠ്യപദ്ധതി അത് പരിഷ്കരണം, എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ആൾക്കാർ അതിനെ എതിർത്തു? എന്ത് കാരണം പറഞ്ഞതോട്? ഹാലിളകാണ്. അതായത് അവര് പറഞ്ഞ പെൺകുട്ടികൾ കാരണം എന്താ? കല്യാണത്തിന് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ വിഭാഗാരാ? ഇസ്ലാം ഇസ്ലാമികളാണ്. വിഭാഗമല്ലേ? എല്ലാ അതെ. പെൺകുട്ടികൾക്കും നമ്മളെ നാട്ടിലെ പൊതുവിലുള്ള ഒരു പ്രതിഭാസമാണ്, സ്ത്രീകൾക്ക് അവരുടെ വിദ്യാഭ്യാസവും ജോലിയും കരിയറും ഒക്കെയാണ് ഇപ്പൊ ഏറ്റവും അവരതിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് പ്രയോറിറ്റി കല്യാണം കൊടുക്കുന്നത്. ആണുങ്ങൾ വിചാരിച്ച പോലെ കല്യാണം നടക്കൂല. അത് അതെ. മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, പക്ഷെ അതിൽ നിലവിളിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണല്ലോ. ഓ. അതെന്താ അങ്ങനെ? അപ്പൊ ഇവര് ഈ കാര്യത്തിൽ ഇങ്ങനെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുള്ളപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത് പഠിച്ചതും നമ്മൾ ഇതിൽ വളർന്നതും നമ്മൾ ഇതിനെ അടുത്തറിഞ്ഞതും കൊണ്ട് ഇതിലുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓ. ഞാനിപ്പോ എന്ത് ബുക്ക് ഇങ്ങ പഠിക്കണം നിങ്ങൾ പറയുന്നത്? അതായത് എല്ലാ ഖുറാന്റെ മനസ്സിലാക്കണമെങ്കിൽ. പരിഭാഷകള്, ഓ. അതിന്റെ ഹദീസുകള്. വ്യാഖ്യാനങ്ങള്, വിമർശന പുസ്തകമൊന്നുമല്ല. ഞാൻ ഇത് അങ്ങനെ വിമർശിക്കുന്ന പുസ്തകം വായിക്കാറില്ല. ഓ. നമ്മളാണ് വിമർശന ബുദ്ധിയായി ഇതിനെ പഠിക്കേണ്ടത്. നമ്മളുടെ ഉള്ളിൽ ഒരു ക്രിട്ടിക്കൽ പിന്നെ ഒരു ഇതോടുകൂടി നമ്മളിതിനെ കാഴ്ചപ്പാടോടുകൂടി ഒരു വിമർശന ബുദ്ധിയിൽ നമ്മൾ ഇതിനെ ഒരു വിലയിരുത്തലോടുകൂടി വായിച്ചാൽ മതി. അപ്പൊ ഇസ്ലാമില് ചൈൽഡ് മാരേജ് സപ്പോർട്ട് ആക്കുന്നുണ്ട്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ എന്തായിരുന്നു പണ്ട് പിന്നെ ഒരു അടിമ സ്ത്രീ ആയിരുന്നു. ആയിഷ അതുകൂടാതെ അതെ, ആയിഷ അടിമയൊന്നുമല്ലല്ലോ. അത് എവിടുന്ന് കിട്ടിയത്? പൊട്ട അറിവാണല്ലോ. ആരോ പറഞ്ഞു പറ്റിച്ച. ആയിഷ അടിമല്ല. ആയിഷ അബൂബക്കറിന്റെ മകളല്ലേ? അതെ, അബൂബക്കറിന്റെ മകളല്ലേ പറയുമ്പോലെ. ഉം. അപ്പോ അള്ളാഹു പറഞ്ഞതുകൊണ്ടല്ലേ മുഹമ്മദ് കെട്ടിയത്? അള്ളാഹുവിന് വട്ടാണ്. അല്ലെങ്കിൽ ഈ പട്ട് തുണി പൊതിഞ്ഞിട്ട് 6 വയസ്സുള്ള പെൺകുട്ടിനെ ആരെങ്കിലും കിനാവ് കാണിച്ചു കൊടുത്തിട്ട് കെട്ടിക്കോന്ന് പറയാം. അല്ല, അതായത് നിങ്ങൾ വേറൊരു ഇത് കണ്ടെന്താ വെച്ച ഒരു വീഡിയോ, അതായത് മുലപ്പാന്റെ ഒരു സംഭവം ഞാൻ കേട്ടു. അതെന്താ ശരിക്കും സംഭവം? മുതിർന്നവരോട് മുല കൊടുക്കാൻ പറഞ്ഞോ? ഒരു മുലപ്പാല് കൊടുത്താല് അനിയനാവുന്നു, അങ്ങനെ എന്തോ ഒരു സംഭവം. അങ്ങനെ അത് ഈ പിന്നെ വളർത്തുമകന്റെ ഭാര്യനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ദത്ത് എടുത്തവരൊന്നും യഥാർത്ഥ മക്കളല്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ അങ്ങനെ പറഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ എന്താ അയാളുടെ പേരെന്താ, സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന സെയ്ദിനെ, വളർത്തുമകനായിരുന്ന സെയ്ദിനെ മകനല്ലാതാകും. അപ്പം അയാളുടെ ഭാര്യ ആയിരുന്ന സൈനബിനെ മുഹമ്മദ് നബിക്ക് അപ്പളേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി നിയമം ഉണ്ടാക്കിയപ്പോ വേറൊരു ഒരു ഫാമിലി ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കുട്ടീനെ എടുത്തു വളർത്തിയിരുന്നു, എന്റെ മകനെ പോലെ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം വന്നപ്പോ ആ മകനുമായിട്ട് ഞാൻ ഇടപഴകുന്നതിന്റെ ഭർത്താവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ എന്താ ചെയ്യാതെ വെച്ചു. അപ്പൊ ചെയ്യുന്ന അവനക്ക് മുലപ്പാൽ കൊടുത്തതാ. അതായത് ആ വലിയ മൂത്ത അപ്പൊ ആ സ്ത്രീ ചോദിക്കണ്ടാവും, മുതിർന്നൊരു പുരുഷനാണ്. അപ്പൊ എന്നിട്ട് ചിരിച്ചാണ്ട് പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാന്ന്. എന്നാ പിന്നെ സെയ്ദിന് ആരെക്കൊണ്ടെങ്കിലും മുല കൊടുപ്പിച്ചാ പോരായിരുന്നു മുഹമ്മദിന്? അള്ള നിയമം പാസ്സാക്കിയത് കൊണ്ട് മാത്രം. അങ്ങനെയാണെങ്കിൽ വീണ്ടും സൈനബിനെ കല്യാണം കഴിക്കേണ്ട അവസ്ഥയെന്ന് രക്ഷപ്പെടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെയാണ് അവരുടെ കഥ അറിയാം. അതൊക്കെ ഓരോരോ തോന്നുമ്പോ നമ്മളെ നാട്ടിൽ പറയില്ലേ, മുട്ടുമ്പോ സെല്ലി തോന്നുമ്പോ സെല്ലി. ഓരോർക്ക് തോന്നുമ്പോ ഓരോരോ ആയത്താണ് ഇറക്കണം. അപ്പൊ ആവശ്യത്തിന് ഇറക്കണ ആയത്താണത്. ഞാൻ നിങ്ങളൊരു 3 മാസം മുമ്പ് ഞാൻ നിങ്ങളെ വീഡിയോ എപ്പോ നോക്കാറുണ്ടായിരുന്നു. അപ്പൊ ഉപ്പ അത് കണ്ടു. അങ്ങനെ എന്നെ കുറെ വഴക്ക് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞ, എന്റെ ഉപ്പ പറഞ്ഞ എന്താ വെച്ചെങ്കിൽ, ഇതേപോലുള്ള ആൾക്കാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത് അതിനൊരു എന്താ ഒരു ചോദ്യം ചെയ്യൽ. അതായത് നമുക്കൊരു മനസ്സിലാവും. അതായത് ചില കാര്യങ്ങൾ ഇസ്ലാം അറിയണ്ട എന്ന് പറഞ്ഞിട്ടാണ് തരാണ്ട് നിന്നതെന്നാണ് ഉപ്പ പറയുന്നത്. അതായത് മുഹമ്മദിനെ അറിയാത്തതാണ് മുഹമ്മദ് പറയാതിരുന്നത്. മാത്രമല്ല മുഹമ്മദ് പറഞ്ഞ പല മണ്ടത്തരങ്ങളും, ഇപ്പൊ ഖുറാനിൽ പോലുള്ള പല മണ്ടത്തരങ്ങളും മുഹമ്മദ് നബി അങ്ങോട്ട് ചോദിച്ചു പറഞ്ഞുണ്ടാക്കിയതാണ്. ഈ നക്ഷത്രങ്ങൾ അറിയണ കഥയൊക്കെ മുഹമ്മദ് നബി അങ്ങോട്ട് പോയി ചോദിച്ചതാണ്. അതായത് യൂണിവേഴ്സ് പിന്നെ അപ്പുറത്തെ ജീവിയുണ്ട്, അതൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ ഉപ്പ പറയുന്നത് എന്താ വെച്ചെങ്കിൽ, അത് ഞമ്മക്ക് അറിയണ്ട, അതായത് അറിയണ്ടെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞമ്മക്ക്. അപ്പൊ പിന്നെ നമ്മൾ ഈ ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അറിയണ്ടല്ലോ. എന്തിനത് അറിയും നമ്മള്? നമുക്കിത് അറിഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, സത്യം. കാരണം നമ്മളൊരു 60 കൊല്ലം 70 കൊല്ലം ഇവിടെ ജീവിക്കുന്നു. അതിനിപ്പോ ഈ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായിന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവര് പറയുന്ന വിശേഷണങ്ങൾ മുഴുവൻ നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുത്തോക്കൂ. അപ്പൊ എല്ലാ പ്രശ്നവും തീരുന്നേ. അപ്പൊ അതായത് എല്ലാം ഈക്വൽ ആകും. ഈക്വൽ ആകും.
അള്ളാഹുവിന് ആദ്യമല്ല അന്ത്യമല്ല എന്നുള്ള പറയുന്നതിന് പകരം ഈ ഉം. യൂണിവേഴ്സിനെ അന്ത്യമില്ല അവസാനം, ആദ്യമല്ല അന്ത്യമില്ല, ഇതിനെ ഓക്കെ. ആരും ഉണ്ടാക്കിയതുമല്ല, ഉം. എല്ലാ ഉം. യൂണിവേഴ്സ് ഉണ്ടാക്കിയതാണ്. പണ്ട് അതല്ലേ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങക്ക് വീട്ടിൽ ഭക്ഷണം തരില്ല എന്നാ ഒരു അതൊക്കെ ഉണ്ട്. പേടിപ്പിച്ചിട്ടാണ് നമ്മളെ അങ്ങനെ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അത് ഇതൊക്കെ സത്യം. പഠിപ്പിക്കുന്നതും, അങ്ങനെ തന്നെയാണ് ഉം. ഇതൊക്കെ അതായത് ഇപ്പൊ നിലനിർത്തുന്നത്. ഞാനിപ്പോ അഫ്ലോല് പഠിക്കുന്ന എനിക്ക് ഒരു ആഗ്രഹമില്ല പഠിക്കണമെന്ന്. ബട്ട് ഇപ്പൊ ഉപ്പ എന്നോട് നിർബന്ധമാണ്. പറഞ്ഞത് നീ ഇത് പഠിക്കുന്നില്ലെങ്കിൽ നീ വീട്ടിലേക്ക് വന്നാ നിന്നെ പിന്നെ പുറത്തിറക്കൂല, അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് വരാണ്ടിരിക്കുക, അത് നല്ലത്. പഠിച്ചോ, ആ ഒരു അറബിയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അഫ്സലും പഠിച്ച ഇസ്ലാമിലെ അറബി ഭാഷയിലാവല്ലോ. കുറച്ച് ശക്തായിട്ട് അറബി ഭാഷയിൽ എതിർക്കാതെ. കഴിയില്ല. പഠിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നല്ലതാണ്. എന്തായാലും പഠനങ്ങൾ ചില നടക്കട്ടെ. കാര്യങ്ങൾ ടീച്ചർ പറയുമ്പോ ഞങ്ങക്ക് ചിരിയായിരുന്നു. ഞാൻ ജുമ നിസ്കരിക്കാറില്ല, കഴിഞ്ഞ ഉം. ഉം. പറഞ്ഞിനി. 3-4 ജുമയൊക്കെ കാരണം കൂടാതെ ഒഴിവാക്കിയ അപ്പൊ തന്നെ കാഫിറായി. ചിലത് ഞങ്ങക്ക് യാത്രയിൽ ആ ഒരു ഇതായോണ്ടാണ്. ഒന്നിപ്പോ യാത്രയില്ലെങ്കിൽ മറ്റൊന്ന് യാത്രയിലായി പോകുന്നു. നാട്ടിൽ പോകുമ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ യാത്രയിൽ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. അപ്പൊ അത് പ്രശ്നമില്ല ഇസ്ലാമില്. അല്ല, ഇസ്ലാമില് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. യാത്രക്കാരന് ചില അളവൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങളെ മനസ്സിൽ എന്താന്നുള്ളത് പഠിച്ചവന് അറിയാന്നാണല്ലോ പോലെ കഥ. അതെ, ഓരോന്നും അങ്ങനെയാ. അതെ. അപ്പൊ അങ്ങനെ എന്തായാലും സമാധാനായിട്ടിരിക്കും, പഠനത്തിൽ ശ്രദ്ധ കൊടുക്കൂ, മുന്നോട്ട് പോകും. പിന്നെ ഒരു ഡൗട്ട് എന്താ വെച്ചെങ്കിൽ, പണ്ട് ബ്രിട്ടീഷുകാരുടെ ജനറൽസ്, ചില നേതാക്കളെല്ലാം പല കുട്ടികളെയും പിന്നെ എന്താക്കുന്നത് ഭാര്യമാരാക്കി വെച്ച് 10-12 വയസ്സുള്ള. അതേപോലെ ഹിന്ദുവിലെ ചില അതൊക്കെ ഉണ്ടാവും. ബ്രാഹ്മണന്മാർ പോലത്തെ. ലോകത്ത് മനുഷ്യന്മാര് പലതും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ജീവിച്ച ഒരാളാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ പ്രശ്നം അവിടെ തീർന്നു. അതില് അപ്പൊ എന്റെ ഉപ്പ ചോദിച്ചെങ്കിൽ ഇവർ ഇങ്ങനത്തെ ആൾക്കാരെ കൂടുതൽ എതിർക്കുന്നതിന് ഐഷ റളിയല്ലാഹു അത്രത്തോളം കൂടുതൽ അങ്ങനെയൊന്നും എതിർക്കാൻ കാരണം? എതിർക്കല്ല ഇതേ. മുഹമ്മദ് നബി ഇപ്പൊ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതല്ല നമ്മുടെ പ്രശ്നം. മുഹമ്മദ് നബി കല്യാണം കഴിച്ചത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കൊക്കെ മാതൃകയാണെന്ന് പറഞ്ഞാണ് പ്രശ്നേ. ഇപ്പോഴും നമ്മുടെ നാട്ടില് ഈ ബാലവിവാഹം എന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ബാലവിവാഹം എന്ന ഹെഡിങ്ങിൽ തന്നെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ അനുയോജ്യനാണെന്ന് കണ്ടെത്തുന്ന വരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വാപ്പാക്കും വല്യപ്പാക്കും പിന്നെ പെൺകുട്ടിയുടെ സമ്മതം പോലും ആവശ്യമില്ല എന്ന് പറയുന്ന സമ്മതം ഇല്ലാണ്ട് കല്യാണം നടത്താൻ പാടില്ല. അത് വെറുതെ പറയാണ്. സമ്മതം ആവശ്യമില്ല. വാപ്പയോ വല്യപ്പയോ ആണ് കല്യാണം കഴിപ്പിക്കുന്നതെങ്കിൽ മകളുടെയോ പേരക്കുട്ടിയുടെയോ കല്യാണം നടത്താൻ ആ പെൺകുട്ടി കന്യകയാണെങ്കിൽ, ചെറിയ കുട്ടിയാണെങ്കിൽ, ബാലികയാണെങ്കിൽ ഒന്നും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവായിട്ട് എഴുതുന്ന സംഭവം ആയിഷന്റെ കല്യാണമാണ്. മനസ്സിലായോ? ഇന്നത്തെ കാലത്ത് നമ്മളെ നാട്ടിൽ 5 വയസ്സോ 6 വയസ്സുള്ള പെൺകുട്ടീനെ വാപ്പയോ വല്യാപ്പയോ വിചാരിച്ചാൽ വേറൊരു 50 വയസ്സുകാരൻ കെട്ടിച്ചു കൊടുക്കാൻ യാതൊരു നിയമ തടസ്സവും ഇല്ല എന്ന് വാദിക്കാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി ഇസ്ലാമിക ഗ്രന്ഥം ഉപയോഗിക്കുന്ന തെളിവാണ് ആയിഷ കല്യാണം. നിങ്ങൾ അന്നൊരു CP സാലിമ അല്ലേ അയാളുടെ പേര്? സലീം. CP സലീം. അയാളൊരു അത് നമ്മളെ ബാസിലിന്റെ ഒക്കെ പിതാവാണ്. അതെ, ബാസിലിന്റെ ഫാദർ. അയാളൊരു കല്യാണത്തിന്റെ ഖുതുബയിലെ വീഡിയോ ഞാൻ പറയുന്നുണ്ട്, പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെയാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടതെന്നല്ലേ. അതൊക്കെ ഇവിടെ തൊള്ളപടായി പറയുന്നതാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പ്രായപൂർത്തിയാവണമെന്ന നിബന്ധന ഇല്ല. ഇല്ല. ഖുർആനില് പിന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് വായിച്ചാൽ മനസ്സിലാവും അത്. ഇതേ കുറിച്ച് 3-4 വചനങ്ങളുണ്ട്. ആ 3-4 വചനങ്ങൾ ഒരുമിച്ച് ചേർത്തെടുത്ത് വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മതത്തെ വിശ്വസിക്കാത്ത ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ ഫലസ്തീനിലുള്ള പിന്നെ കുട്ടികളെയും എല്ലാവരും കൊല്ലുന്നതിനെ നിങ്ങൾ സപ്പോർട്ട് ആക്കുന്നോ? ഏത് കുട്ടികളെയും കൊല്ലാൻ പാടില്ല. എവിടെ നടക്കുന്ന യുദ്ധങ്ങൾക്ക് നമ്മൾ എതിരാണ്. എല്ലാത്തരം അക്രമങ്ങൾക്ക് എതിരാണ്. അപ്പൊ നിങ്ങൾ ജൂതന്മാർക്കും എല്ലാരും ഫലസ്തീൻ ഹമാസ് പോയിട്ട് ഇസ്രായേലി ആളുകളെ കൊന്നതും അക്രമമാണ്. അതിന് പകരം വീട്ടാൻ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള കൊടും ക്രൂരതയും തെറ്റാണ്. ഹമാസ് ചെയ്യാൻ കാരണം അത്രയും 1500 ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നോ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെയോ? ഒക്ടോബർ 3 ആ ഒരു ഒക്ടോബർ 7 അങ്ങനെ ഒരു സംഭവം. അവർ ചെയ്യാൻ കാരണം അത്രയും അതിപ്പോ ഇസ്രായേൽ ചെയ്യാൻ കാരണം ഈ ഒക്ടോബർ 7 ആണെന്ന് ഇവർക്കും പറയാലോ. അപ്പൊ ന്യായീകരിക്കേണ്ടവർക്ക് എങ്ങനെ വേണം ന്യായീകരിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇതിൽ രണ്ടിലും ന്യായമില്ല.
അല്ല ഞാൻ എന്താ വെച്ചോക്കെ കാരണം അവിടെ നിങ്ങൾ എല്ലാം കൂടെ ആലോചിച്ച് നോക്കൂ, നല്ലോണം ഇതിനകത്ത് അവരെ മേത്ത് പെട്ടുപോകുന്ന മനുഷ്യർ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിൽ അകപ്പെട്ടു തന്നെ. പോകുന്ന മനുഷ്യർ, നിരപരാധികളായിട്ടുള്ള മനുഷ്യർ. ഉം, ഇപ്പം ഉം, ഹമാസ് കയറി ആക്രമിക്കുമ്പോ അവര് വൈകുന്നേരത്ത് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാരാണ്. ഓ, അവരവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ മനുഷ്യരെ, ഉം. നിരപരാധികളായ നിരായുധരായിട്ടുള്ള മനുഷ്യരെ കയറി വെടിവെച്ചിട്ട് അതിന് എന്ത് റീസൺ പറഞ്ഞിട്ടും ഉം. ന്യായാവില്ല. അപ്പൊ നിങ്ങള് അതിന് അന്താരാഷ്ട്ര ബോഡികളില് ചെയ്യാവുന്ന ഉം, കാര്യങ്ങൾ ചെയ്യാം. ഇനി അല്ല മിലിറ്ററി ആക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് മിലിറ്ററികൾ തമ്മിലാവണം. ഇപ്പം രാജ്യങ്ങൾ തമ്മിൽ, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചു, ഉം. അത് മിലിറ്ററികളുമായിട്ടാണ്. പിന്നെ എന്താ പറയാ, സൈനികമായിട്ടുള്ള അക്രമമാണ്, സൈന്യങ്ങൾ തമ്മിലാണ്. ബട്ട് ഹമാസ് അവിടെ ഉള്ള ഒരു സൈനിക സംഭവമല്ലേ? ഹമാസ് എന്ത് സൈന്യം? അത് അവിടുത്തെ ഒരു അതായത് തീവ്രവാദി അത് ഗ്രൂപ്പ് വേറെ അല്ലേ? വേറെ ഉണ്ടാക്കിയിരുന്ന അതൊരു തീവ്രവാദി മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പാണ്. ഓ, അതായത് അപ്പോ ഫലസ്തീൻ ആ രാജ്യത്തിന് തന്നെ ഒറിജിൻ പട്ടാളക്കാർ എല്ലായിടത്തും യുദ്ധം ഇങ്ങനെ ചെയ്യുന്നതാണോ? എല്ലായിടത്തും ഇങ്ങനെ ഇത്തരം ഗ്രൂപ്പുകൾ. ഇപ്പം അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ ഭരിക്കുന്നത് താലിബാൻ ആണല്ലോ. അതെ. അഫ്ഗാനിസ്ഥാനിൽ ഇതിനു മുമ്പ് ഒരു ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് താലിബാൻ തീവ്രവാദികളായിരുന്നു. ബട്ട് ആ അവരിപ്പോ ഭരണം പിടിച്ചു. ഭരണകൂടവും അവരിപ്പോ ഭരണം അമേരിക്കന്റെ പിടിച്ചു. ഒന്നിച്ച് നിന്ന് അതെ ഞാൻ പറഞ്ഞ ഇപ്പൊ അമേരിക്കൻ അവരിപ്പോ ഭരണം പിടിച്ചു. ആ പിടിച്ചു ഭരണം പിടിച്ചപ്പോൾ താലിബാൻ അവിടെ അവിടുത്തെ പറഞ്ഞു. സ്റ്റേറ്റ് ആയി. അതെ. അങ്ങനെയാണ് ഹമാസ് അവിടെ അധികാരം പിടിച്ചത്. ബട്ട് ഞാൻ ചോദിച്ചേ അവിടെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് അമേരിക്കന്റെ കുറച്ചും കൂടി ഒന്നിച്ച് നിന്ന് പിന്നെ അവിടെ ഇസ്ലാമിന് കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ കേൾക്കുന്നത്. എല്ലാത്തിലും ഈ മതത്തിനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഓ, മതത്തിനെ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് പ്രാദേശികമായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. ഓ, അതൊക്കെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, യുദ്ധം, വാർ, അത് വേറെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ അതില്ല സംബന്ധിച്ച് അതില്ല ഏതൊരു ഇപ്പോഴും മനുഷ്യന്റെ വേദനയും വേദനയാണ്. അതാണ് നീതിബോധമുള്ള, മാനവിക ബോധമുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ. അതിന് ഹമാസ് ചെയ്യുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് ആര് തെറ്റാണ്. ചെയ്താലും, കുഞ്ഞു കുട്ടികളെയും നിരപരാധികളായിട്ടുള്ള മനുഷ്യരെയും അവരെ കൊലപ്പെടുത്തുന്നത്, ആക്രമിക്കുന്നത്, അത് ഓ, എല്ലാം കൊടുത്ത തെറ്റാണ്. അക്രമമാണ്, ഭീകരപ്രവർത്തനമാണ്. അത് ആര് ചെയ്താലും, എന്തിന്റെ പേരിൽ ചെയ്താലും. നിങ്ങപ്പോ ഈ ഡിങ്കന്റെ അതിപ്പോ ആ ഒരു നമ്മളിതൊക്കെ സംഭവം ഉണ്ടല്ലോ. പറയുമ്പോ നമ്മൾ മറന്നു പോകുന്ന കുറെ പ്രദേശങ്ങളുണ്ട്. സുഡാന്, ആ സുഡാൻ സുഡാനിൽ ഇപ്പൊ എന്താ എല്ലാരും നടക്കുന്നത്? കെനിയയിൽ എന്താ നടക്കുന്നത്? അത് നമ്മൾ അതില്ലല്ലോ ഇപ്പൊ. കാണുന്നില്ല. അവിടെ പലയിടത്തും ഇപ്പൊ സുഡാനിലൊക്കെ നടക്കുന്ന അക്രമങ്ങളില് UAE പോലും പിന്തുണ ഉണ്ടെന്നാണ് പറയുന്നത്, സപ്പോർട്ട്. അതെ അതെ, ഒരു റാപ്പിഡ് ഫോഴ്സിന് മനസ്സിലായോ? USA-ന്റെ അപ്പൊ UAE-ന്റെ. അതാണ്. അപ്പൊ ഇതിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ ബട്ട് സംബന്ധിച്ച് കൊല്ലപ്പെടുന്ന മനുഷ്യർ അല്ലെങ്കിൽ അക്രമത്തിന് ഇരകളാകുന്ന മനുഷ്യർ എന്ന് പറയുന്നതാണ് നമ്മളെ വേദന. ഓ, ബാക്കിയൊക്കെ അവരുടെ കാര്യമാണ്. ഓ, ഓക്കെ, ഓക്കെ, ശരി ശരി, ഓക്കെ. ശരി.